മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ ലോമശ മഹർഷി യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്ന വിസ്മയിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. അത് ലോകപ്രശസ്തനായ അഗസ്ത്യമുനിയുടെയും വിദർഭ രാജകുമാരിയായ ലോപാമുദ്രയുടെയും വിവാഹത്തെക്കുറിച്ചാണ്. എന്തിനാണ് ഒരു രാജകുമാരി കാട്ടിലെ തപസ്വിയെ വിവാഹം കഴിച്ചത്? എന്തായിരുന്നു ആ ബന്ധത്തിന് പിന്നിലെ രഹസ്യം? ആ രഹസ്യം എന്താണെന്നറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടൊന്ന് ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്തു. ഒരിക്കൽ തന്റെ പിതൃക്കൾ നരകത്തിലെ ഇടുക്കുകളിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്നത് ദർശിച്ച അഗസ്ത്യൻ അവർക്ക് മോക്ഷം ലഭിക്കാൻ താൻ വിവാഹം കഴിച്ച് തലമുറയുണ്ടാകണമെന്ന് മനസ്സിലാക്കി. തനിക്ക് യോജിച്ച ഒരു സ്ത്രീയെ അന്വേഷിച്ചു കണ്ടെത്താൻ കഴിയാഞ്ഞ് ഒടുവിൽ അഗസ്ത്യൻ വിശിഷ്ട വസ്തുക്കളെ സംഗ്രഹിച്ചുകൊണ്ട് ഒരു പെൺകുഞ്ഞിനെ സൃഷ്ടിച്ചു. സന്താന ലാഭത്തിനായി അക്കാലത്ത് തപസ് ചെയ്തിരുന്ന വിദർഭ രാജാവിന് ആ കുഞ്ഞിനെ പുത്രിയായി നൽകി. അവളാണ് ലോപാമുദ്ര. വിദർഭ രാജകുമാരി സുന്ദരിയും ബുദ്ധിമതിയായും വളർന്നു. അവൾ വിവാഹപ്രായമെത്തിയപ്പോൾ അഗസ്ത്യമുനി രാജാവിനെ സമീപിച്ച് അവളെ തനിക്ക് വിവാഹം ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെട്ടു. രാജാവ് ധർമ്മസങ്കടത്തിലായി. മുനിശാപം ഭയന്ന് രാജാവ് ഒന്ന് വിഷമിച്ചെങ്കിലും ലോപാമുദ്ര സ്വയം മുന്നോട്ട് വന്ന് താൻ മഹർഷിയെ വിവാഹം ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിച്ചു. വിവാഹശേഷം അഗസ്ത്യൻ രാജകീയ സുഖഭോഗങ്ങൾ വെടിയാൻ ലോപാമുദ്രയോട് ആവശ്യപ്പെട്ടു. അവൾ അത് സന്തോഷത്തോടെ അനുസരിച്ചു. ഗംഗാദ്വാരത്തിലെ ആശ്രമത്തിൽ അവൾ കഠിനമായ തപശ്ചര്യകളിലും ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിലും മുഴുകി. കാലങ്ങൾ കടന്നു പോകവേ സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള ഭർതൃധർമ്മം നിറവേറ്റുവാൻ ലോപാമുദ്ര മുനിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു വ്യവസ്ഥ മാത്രം. താൻ രാജകുമാരിയായിരുന്നപ്പോൾ അനുഭവിച്ചിരുന്ന അതേ അന്തസ്സോടെയും സൗകര്യങ്ങളോടെയും കൂടി വേണം അത് നടക്കാൻ. ലോപാമുദ്രയുടെ ആഗ്രഹപൂർത്തിക്കായിട്ടുള്ള ധനമില്ലായകയാൽ അഗസ്ത്യർ രാജാക്കന്മാരിൽ നിന്നും ഭിക്ഷയായി സ്വീകരിക്കാൻ തീർച്ചപ്പെടുത്തി. അദ്ദേഹം പല രാജാക്കന്മാരെയും ധനത്തിനായി സമീപിച്ചു. എല്ലാവരും തന്നെ അത് നൽകാൻ തയ്യാറായിരുന്നുവെങ്കിലും അവിടങ്ങളിലെ എല്ലാം വരവ് ചെലവുകൾ തമ്മിൽ വ്യത്യാസങ്ങളില്ല എന്ന് മനസ്സിലാക്കിയ അഗസ്ത്യർ താൻ അതിൽ നിന്നും പങ്കുപറ്റിയാൽ പ്രജകൾ ദുരിതത്തിലാകുമല്ലോ എന്ന് ചിന്തിച്ച് ധനം സ്വീകരിക്കാതെ പോന്നു. ഒടുവിൽ അദ്ദേഹം ഇല്വരൻ എന്ന ദാനവരാജാവിന്റെ പക്കൽ നിന്നും ധനധാന്യങ്ങളും മറ്റു സമ്പത്തുമെല്ലാം ഭിക്ഷയായി നേടി. ലോപാമുദ്രയുടെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുത്തു. അങ്ങനെ അവർക്ക് ദൃഢസ്യു എന്ന തേജസുറ്റ പുത്രൻ ജനിച്ചു. ലോപാമുദ്ര കേവലം ഒരു ഭാര്യ മാത്രമായിരുന്നില്ല. അവൾ സ്വയം മന്ത്രങ്ങൾ ദർശിച്ച ഋഷി കൂടിയായിരുന്നു. ത്യാഗത്തിന്റെയും ബുദ്ധിശക്തിയുടെയും പ്രതീകമായ ലോപാമുദ്രയുടെയും അഗസ്ത്യന്റെയും കഥ ഇന്നും പ്രസക്തമാണ്.